മോട്ടോർ ബൈക്കുകളുടെ ഉപയോഗം കൂടി വന്നതോടെ ബൈസൈക്കിളുകളുടെ കാലം ഏറെക്കുറെ തീർന്ന മട്ടായി. ഇതോടെ സൈക്കിൾ വിപണിയിൽ പ്രതിസന്ധി പിടികൂടി തുടങ്ങി. പുതിയ കാലത്ത് നിരത്തുകളിൽ ചവിട്ടിക്കറക്കി സൈക്കിൾ ഓടിക്കുവാൻ ആളില്ലാതായി. എല്ലാവരും മോട്ടോർ ബൈക്കിന്റെ ചീറിപ്പായലിൽ സുഖം കണ്ടെത്തി തുടങ്ങിയതോടെയാണ് സൈക്കിൾ വിപണിയിൽ വിൽപ്പന കുറഞ്ഞു വന്നത്. ചില സന്നദ്ധ സംഘടനകൾ ആക്റ്റീവ അടക്കമുള്ള വാഹനങ്ങൾ വായ്പ ഇനത്തിൽ നൽകിയതും നിരത്തുകളിൽ നിന്ന് സൈക്കിളുകളെ സൈഡിലൊതുക്കി നിർത്തുവാൻ കാരണമായി. ഒരു മാസം 100-ൽ പരം സൈക്കിളുകൾ വിറ്റ സ്ഥാനത്ത് ഇപ്പോൾ വിൽപ്പന നാമമാത്രമായി. ഇതൊരു കാലഘട്ടത്തിന്റെ സൈക്കിൾ കറക്കത്തിനെ ബ്രേക്കിട്ട് നിർത്തലാണ്. സൈക്കിളിന് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ആക്റ്റീവ ഒക്കെ ഇറങ്ങിയ പിന്നെ കച്ചവടം പൊതുവെ കുറവുണ്ട്. ഇതെങ്ങനെ ഈ ടൂ വീലർ ആക്റ്റീവ ഒക്കെ ഇറങ്ങിയ പിന്നെ പിള്ളേർ സെറ്റ് കൂടുതലായിട്ട് 14 വയസ്സ് 15 വയസ്സുള്ള പിള്ളേരെ കൂടുതൽ ആക്റ്റീവ അതുപോലെ ടൂ വീലറൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ സൈക്കിളിന് പൊതുവെ കച്ചവടം കുറവാണ്. അത് ഈ 2 വർഷം മുമ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ആണെങ്കിൽ തന്നെ ഈ സ്കൂൾ അവധി സീസണിലൊക്കെ 400 സൈക്കിൾ വിറ്റുകൊണ്ടിരുന്നിടത്ത് ഇപ്പം ഒരു 200 സൈക്കിൾ 220 സൈക്കിളൊക്കെ വിൽക്കുന്നുണ്ട്. ഒരു മാസം ശരാശരി എത്ര എണ്ണം? മാസം ശരാശരി എന്ന് പറഞ്ഞാൽ ഒരു 20 സൈക്കിൾ 22 സൈക്കിളൊക്കെ ചില മാസങ്ങൾ. നേരത്തെ ആയിരുന്നെങ്കിലോ? നേരത്തെ ആണെങ്കിൽ ഒരു 80 സൈക്കിൾ 90 സൈക്കിളൊക്കെ വിറ്റ മാസങ്ങളുണ്ട്. ഇപ്പം കുറവാണ്, പൊതുവെ കച്ചവടം കുറവാണ്. ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കുവാൻ മറ്റൊരു മാർഗവും സൈക്കിൾ വിപണിയിലില്ല. ഇപ്പോൾ കുട്ടികൾക്കുള്ള ഫാൻസി സൈക്കിളുകൾ മാത്രമാണ് വിറ്റുപോകുന്നത്. ഇതിലും ഇപ്പോൾ വിൽപ്പന കുറഞ്ഞു വരുന്നതായാണ് വിപണി നൽകുന്ന വാർത്ത. പിള്ളേർക്കുള്ള സൈക്കിൾ, അതായത് 10 വയസ്സ് 11 വയസ്സ് താഴെയുള്ള പിള്ളേർക്കാണ് സൈക്കിൾ ഇപ്പം കൂടുതൽ വിൽക്കുന്നത്. വിറ്റാലും അതേ വിൽക്കുന്നത്. പഴയ നാടൻ വണ്ടിയൊക്കെ പൊതുവെ മാർക്കറ്റിൽ ഇപ്പോൾ ഇല്ല. അതിൻ്റെ കച്ചവടം തീരെ കുറവാണ്. ആൾക്കാർ ആവശ്യപ്പെട്ട് വരുന്നുമില്ല. ആവശ്യപ്പെട്ട് യഥാർത്ഥത്തിൽ ഒരു വർഷം വിൽക്കാൻ ഒരു 2 സൈക്കിൾ മതി. അങ്ങനെ ആൾക്കാർ വരികയില്ല. സ്പെയർ പാർട്സിന്റെ കച്ചവടവും ഇല്ല. പാർട്സിന് സൈക്കിൾ കുറേ മാർക്കറ്റിലുള്ളതുകൊണ്ട് ചെറിയ സൈക്കിൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ സ്പെയർ പാർട്സ് കച്ചവടം ഉണ്ട്. സ്പെയർ പാർട്സ് കച്ചവടം 500 രൂപ 400 രൂപയ്ക്ക് കിട്ടും. താഴത്ത് 700 രൂപ കിട്ടും. അത്ര ഏതായാലും ബൈസൈക്കിളിന്റെ കാലം കുറഞ്ഞു വരിക. ബൈസൈക്കിളിന്റെ കാലം ഏറെക്കുറെ കുറഞ്ഞു വരിക എന്ന് വേണം പറയാം. എന്തുതന്നെയായാലും നിരത്തുകളിൽ നിന്ന് സൈക്കിളുകളെ ഒരു പരിധിവരെ സൈഡിലൊതുക്കിയെന്ന് തന്നെ പറയാം. പുനവൂർ സജീവ്, ന്യൂസ് ബ്യൂറോ, റാന്നി.